എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിൻ്റെ കിഴിയിലേക്ക് പോവാം. മത്സരം ഞാൻ മത്സരം കഴിഞ്ഞ എപ്പിസോഡിൽ മറന്നുപോയി. ഇത് മറക്കില്ല, മറക്കരുത്. കഴിഞ്ഞ എപ്പിസോഡ് നീ മറന്നാലും നീ തന്നെ ജയിച്ചത്. അത് സാറില്ല, തകർക്കാം നമുക്ക്. ഓക്കെ, എന്താണ് അജണ്ട? മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, ഹെഡ്. ഇതന്നെ മറന്നോ? ഇനി ഓക്കെ, ഫസ്റ്റ് വൺ. ബാഹുബലി സിനിമ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അതായത് ബാഹുബലി ബിഗിനിങ്ങും കൺക്ലൂഷനും ഒരുമിപ്പിച്ചിട്ട് ഒരൊറ്റ സിനിമയായിട്ട് വരും. അത് 5 മണിക്കൂർ സംതിങ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു സത്യവും. പക്ഷേ ഈ ടീം ഇത് 3:50 ഡ്യൂറേഷൻ്റെ ഇതിൽ ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല സീനും കട്ട് ചെയ്ത് ഒതുക്കി തീർത്തിട്ടില്ലെങ്കിൽ ആൾക്കാർ കയറൂല. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാവും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ ഏതാണ് എന്നുള്ളത് മനസ്സിലാവും. ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് അവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്, അവർക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അടുത്തത് ഡ്യൂഡ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയിൽ നമ്മുടെ ശരത് കുമാർ ഉണ്ട്. ആളുടെ ഒരു പോസ്റ്റർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്ന പോസ്റ്ററാണ് കേട്ടോ. കീർത്തി ഈശ്വരനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരനായിട്ടാണ് തോന്നുന്നല്ലേ? ഫുൾ വെള്ളയാണല്ലോ. അവിടുത്തെ ഒരു സ്റ്റൈൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. മമിത ബൈജുവിൻ്റെ അപ്പൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും അവൻ്റെ സാധ്യത. അല്ലെങ്കിൽ വേണമെങ്കിൽ നായകൻ്റെ അപ്പനും ആവാം. എപ്പോഴും ഇതിലെ, അതായത് പ്രദീപ് രംഗനാഥൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത, അപ്പന്മാർക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. സത്യം, ഭയങ്കര ക്യാരക്ടർ ആയിരിക്കും. ലാസ്റ്റ് കണ്ട സിനിമയിലും ഫാദറായിട്ട് വീട്ടിലല്ലേ, അതില് നടിമാരുടെ അപ്പനായിട്ടുള്ളവർക്കും ഒക്കെ എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. ഓക്കെ, അടുത്ത കിഴി. അല്ലു അർജുൻ അറ്റ്ലി മൂവി. മലയാളം ഇല്ലേ? മലയാളം വന്നോളും. കാത്തിരിക്കാം. അല്ലു അർജുൻ അറ്റ്ലി മൂവി. ഈ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഓക്കെ, ധോണി അതായത് ഒരു കാമിയോ റോളിലെത്തുന്നു. ഇതെന്താണെന്നറിയോ? പല സിനിമകളിൽ ധോണി കാമിയോ വരുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വന്നിട്ടില്ല. സത്യം. പക്ഷെ അറ്റ്ലി ആയതുകൊണ്ട് പറയാൻ പറ്റൂല. വന്നേക്കാം. ചെന്നൈയും ധോണിയും തമ്മിലുള്ള ബന്ധവും കൂടി നോക്കണം. ഓക്കെ, പിന്നെ ഇത്രയും വലിയൊരു സിനിമയാകുമ്പോൾ മേ ബി വന്നേക്കാം. മാത്രമല്ല, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒന്നുകൂടി വലുതാക്കാൻ ധോണി വരുമ്പോൾ അത് സഹായകമാവും. എന്തായാലും സിനിമയിൽ 5 നായികമാരാണ്. 4 നായകന്മാരായിട്ട് അല്ലു അർജുൻ വരും. അപ്പൻ, മുത്തശ്ശൻ, അച്ഛൻ, 2 മക്കൾ. അതിൽ ഈ അച്ഛൻ്റെ ഫ്രണ്ടായിട്ടാണ് ധോണി വരുന്നത് എന്നുള്ളതാണ് റൂമർ. ഓക്കെ, നോക്കാം. ഓക്കെ, അടുത്തത് സൂര്യ 46. എടുത്തു വെച്ചായിരുന്നു. മമിത ബൈജു സൂര്യൻ്റെ സിനിമയിലെ ലുക്ക് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അത് ഷൂട്ടിൻ്റെ അടിയിലുള്ള ഇവരുടെ ലൊക്കേഷൻ സ്റ്റിൽസ് ആണ്. രണ്ടുപേരും ലുക്കായിട്ടുണ്ട്. സംഭവേ നായകനും തന്നെയാണോ? ആണോ? ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താന്നുള്ളത് കണ്ടറിയാം. സൂര്യന്റെ ലുക്കിൽ കണ്ടില്ലേ, ഏജ് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുണ്ട്, അത് ക്രോപ്പ് ചെയ്ത് അങ്ങനെയാണ് സൂര്യന്റെ പ്രത്യേകത. മീശയൊക്കെ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്താൽ ചെറുപ്പക്കാരനായി കോളേജിൽ കൊണ്ടിരുത്താൻ പറ്റും. ആള് പക്കയാണേ. അതെ അതെ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. വേറെ നായികമാര് വരും പറഞ്ഞിട്ട് വന്നിട്ടുമില്ല. സൂര്യക്ക് ഇതുവരെ ചേരാത്ത ഒരേ ഒരു നായിക ഉണ്ടായിട്ടുള്ളൂ. അത് പ്രയാഗ മാർട്ടിനാണ്. അമ്പടാ, സത്യം. അതെങ്ങനെയാണ് അത് കാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് ചില സമയത്ത്. അത്ഭുതം അല്ലേ? അതെ, സത്യമായിട്ട്. സത്യം നമ്മൾ വെട്ടി തുറന്ന് പറയണല്ലോ, നമ്മൾ പറയണമല്ലോ. ഓക്കെ, അടുത്തത് സൂര്യ 47. മലയാളം ഇല്ല. സൂര്യ 47, അതായത് 46 നമ്മുടെ വെങ്കിയാട്ടൂരിയാണ് സംവിധാനം ചെയ്യുന്നത്. 47 നമ്മുടെ ജിത്തു മാധവനാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് 90% ഉറപ്പിക്കാം. ഈ സിനിമയിൽ സൂര്യയെ കൂടാതെ ഒരു വലിയ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിലേക്ക് നമ്മുടെ ലാലേട്ടനെ പരിഗണിക്കുന്നു എന്നുള്ള ഒരു റൂമറുണ്ട്. സംസാരം നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. പിന്നെ സിനിമയിൽ നായികയായിട്ട് ശ്രദ്ധാ കപൂർ വരും എന്നുള്ള റൂമറുണ്ട്.
അത് അടിപൊളിയായിരിക്കും കേട്ടോ. ശ്രദ്ധ കപൂർ വന്നാൽ. ശ്രദ്ധ കപൂർ ഇതിന് മുമ്പ് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നത് സാഹോയിലല്ലേ? സാഹോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ശരിയാ. പ്രഭാസിന്റെ കൂടെ സുജിത്തിന്റെ സിനിമയിൽ. പിന്നെ ഇപ്പോൾ അല്ലാതെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ശ്രദ്ധ കപൂർ വലിയൊരു നടിയായിട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ലുക്കും ഇതും കൊണ്ട് അഭിനയം ലുക്കും എനിക്ക് വലിയ അത് ഇഷ്ടം തോന്നാൻ തൊട്ടായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കാം. കഴിവ് കാണുമ്പോഴാണല്ലോ ലുക്ക് തോന്നുന്നത് നമുക്ക്. തീർച്ചയായിട്ടും. സായി പല്ലവിക്ക് അപാര ലുക്കായി തോന്നുന്നത് അതുകൊണ്ടാണ്. അപാര കഴിവാ. അപാര കഴിവ് എന്ന് പറഞ്ഞാൽ അപാര കഴിവ് അല്ലയാ? സായി പല്ലവിനെ നീ എന്തിനാ ഇപ്പോൾ എടുത്തിട്ടതൂടെ? നീ ശ്രദ്ധ കപൂറിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധ കപൂറിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ. അനാവശ്യമായിട്ട് ഇതാണ് ഈ ഫാൻസിന്റെ പ്രശ്നം. അനാവശ്യമായിട്ട് ഇവർ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നീ പറഞ്ഞോ നമ്മള് ലാലേട്ടൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് പറയുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ, ഇനിയിപ്പോൾ മമ്മൂട്ടിൻ്റെ കാര്യം ഏതെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസിന്റെ വിചാരം ഇവർക്ക് എഴുതി കൊടുത്ത മുതലുകളാണ് ഇവർ എന്നുള്ളതാണ്. ഞങ്ങൾ ഫാൻസ് എപ്പോഴും അങ്ങനെയാണ്. സായി പല്ലവി ഇപ്പോൾ അല്ലേ, നമുക്കൊന്നും പറയാൻ പാടില്ല. സ്വന്തമാണ് കിഴി എടുത്തിട്ട് നാണം വരുന്നുണ്ട്. കിഴി നാണം വരുന്നുണ്ട്. പാരഡൈസ്. മലയാളല്ലേ? എനിക്കറിയില്ല. ഇത് കിട്ടുന്നത് മൊത്തം തെലുങ്കും കന്നഡയൊക്കെ. തെലുങ്കു എന്ന് വെച്ചാൽ പാരഡൈസ് സിനിമയുടെ അനിരുദ്ധിന്റെ പ്രതിഫലം 15 കോടിയാണെന്നാണ് കേൾക്കുന്നത്. അതായത് തമിഴിന് പുറത്ത് ആള് മേടിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ്. തമിഴില് പിന്നെ സിമ്പിൾ ആയിട്ട് വാങ്ങും. തമിഴില് പിന്നെ ഇതും പിന്നെ ഒരു 15 കോടിന്റെ കാറ് കൊടുക്കും. അതെ അതെ അതെ, സെറ്റാണ്. ശ്രീകാന്ത് ഒടേരയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഡെക്കോയിറ്റ്. ഏടാ ഓക്കെ. എന്തായാലും ആദിക് വിശേഷ് നായകനാവുന്ന സിനിമയാണ് ഡെക്കോയിറ്റ്. മൃണാൾ താക്കൂറാണ് നായികയായിട്ട് വരുന്നത്. സിനിമയുടെ ഒരു ചെറിയ കാര്യം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മുടെ ആദിക് വിശേഷ് പറഞ്ഞാണ്. ആദിക് വിശേഷ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: മൃണാൾ താക്കൂർ ഒരു 3 മണിക്കൂർ കൊണ്ട് കഥ കേട്ടിട്ട് കൺഫേം ചെയ്തു വന്നു, ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചു വന്നു. സാധാരണ ബോളിവുഡ് നടിമാർ 3 മാസമൊക്കെ എടുത്തിട്ടൊക്കെയാണ് കൺഫേം ചെയ്തത്. അതായത് 3 മണിക്കൂർ കൊണ്ട് ആൾ ആക്സെപ്റ്റ് ചെയ്തു വന്നു. എന്താണെങ്കിലും നമ്മുടെ മൃണാൾ താക്കൂർ അല്ലേ, കഴിവുണ്ടെങ്കിൽ നമുക്ക് സുന്ദരിയായി മാത്രം തോന്നുക എന്നുള്ളതല്ല. കഴിവില്ലെങ്കിൽ പോലും നമുക്ക് സൗന്ദര്യം തോന്നും. സൗന്ദര്യം ഉണ്ടെങ്കിൽ തന്നെ കഴിവൊക്കെ ഉണ്ടായിരിക്കും, എല്ലാം വരും. എന്തായാലും ഒറ്റ എപ്പിസോഡില് ഒരു നാവ് കൊണ്ട് തന്നെ തിരിച്ചും പറഞ്ഞു 2 അഭിപ്രായം. ഐ വിൽ അപ്രിഷിയേറ്റ് യു. താങ്ക് യു. അല്ല, സായി പല്ലവിയെ നമ്മൾ അംഗീകരിക്കുന്നു, സുന്ദരിയാണ്. മൃണാൾ താക്കൂർ സുന്ദരിയാണ്. ഷാനിയൽ ഡിയോ ആണ് കേട്ടോ സിനിമ ഡയറക്ട് ചെയ്യുന്നത് ഡക്കോയിറ്റിന്റെ. ഞാനത് മറന്നു. അത് കുഴപ്പമില്ല. അടുത്തത് STR വെട്രിമാരൻ മൂവി. തമിഴില്ല, പക്ഷെ മലയാളം ഇല്ല കേട്ടോ അതില്. സിനിമയില് 10 കിലോ വെട്രിമാരൻ കുറപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടോ STRന്റെ. സിനിമക്ക് 10 കിലോ സിനിമയുടെ 10 കിലോ കുറച്ചു പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ഈ സിനിമ എത്ര കിലോയാണ് മൊത്തം? വെട്രിമാരോട് ചോദിക്കേണ്ടി വരും. STRന്റെ 10 കിലോ ഉറപ്പിച്ചിട്ടുണ്ട്. അതാ യങ്ങർ ലുക്കിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഏജുള്ള ലുക്കിനും ആവാം ചിലപ്പം. അതിന് വേണ്ടിട്ട് പ്രായം തോന്നിക്കണെങ്കിൽ തടി കൂട്ടണം എന്നുള്ളതല്ലോ. മറ്റേ ജനപ്രിയൻ സിനിമയിലെ തുടക്കത്തില് കാണുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓർത്തോടെ ഞാനത് പറഞ്ഞത്. അടിപൊളി. ഇതൊക്കെ ഭയങ്കര ഇതാണെന്ന് പറയുമ്പോൾ കീറുമ്പോഴേ എന്താ പറ്റിയില്ല കഥാപാത്രം ചോദിക്കാറ്. അടുത്തത് SSMB 29. മലയാളം എവിടെ അറിയില്ല. ഓക്കെ, SSMB 29 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് റൂമറാണ്. പ്രിയങ്ക ചോപ്ര മഹേഷ് ബാബുവിൻ്റെ പേരായിട്ടല്ല വരുന്നത് എന്നുള്ള ഒരു റൂമറുണ്ട്. പകരം പൃഥ്വിരാജിൻ്റെ പേരായിട്ടായിരിക്കും എന്നുള്ള ഒരു റൂമർ. കൊള്ളാം. അപ്പം മഹേഷ് ബാബുവിന് നായികല്ല. മഹേഷ് ബാബുവിന് നായിക ഉണ്ടാവില്ലായിരിക്കും. മഹേഷ് ബാബു ഫാൻസ് സമ്മതിക്കുമോ? മഹേഷ് ബാബു മറ്റേ എന്താ എടാ പ്രിയങ്ക ഇതിന്റെ കഥയിലല്ലേ ഹനുമാന്റെ അതൊക്കെ സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കണം. എന്തോ ഒരു ഇടായിരുന്നു, മറന്നുപോയി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമായിരുന്നു, മറന്നുപോയി. എന്തായാലും ബോളിവുഡിലെ വലിയ താരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. കാജോള്, കരീന കപൂർ, പ്രിയങ്ക ചോപ്ര, പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ,
റാണി മുഖർജി ആൾറെഡി അഭിനയിച്ചു ഓൾറെഡി അഭിനയിച്ചു പോയി സംഭവം. പിന്നെ യാമി ഗൗതമിനെ കൊണ്ടുവന്ന മലയാളത്തിൽ അഭിനയിപ്പിച്ചു. അന്ന് യാമി അത്ര അല്ലെങ്കിലും ചാർജ് ആക്കാൻ വേണ്ടിട്ട് അന്ന് ചാർജ് ആയത് ആള്. അടുത്തത് ഘാട്ടി. അനുഷ്ക ഷെട്ടി നായികയാവുന്ന സിനിമയാണ്. ക്രിഷ് ജഗർലമുടി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ സെപ്റ്റംബർ 5 റിലീസിന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ അപ്പോ വേറെ ഏതോ ഡേറ്റ് വന്നല്ലേ? കാന്ത അല്ല, കാന്ത അല്ലല്ലേ, മദ്രാസി ഉണ്ട്. പക്ഷെ ഇവരുടെ വേറെ ഏതോ ഡേറ്റ് വന്നായിരുന്നു. അതിന്ന് മാറ്റിയത് ജൂലൈ അതെ ജൂലൈ 11, 12. ഓക്കെ, എന്നാ അതിൽ നിന്നാണ് മാറ്റി. ഓക്കെ, അടുത്ത. ഓക്കെ, എന്തായാലും കൃഷ്ണ ജഗർലമുടി അല്ലേ? എന്തൊരു പേരല്ലേ, അവിടെ ഇവിടെ മുടിയൊക്കെ. മലയാളമല്ല, ഞാനത് 12 കിഴിങ്ങോണ്ടെടുത്ത്. സ്വപ്നമാളിക. ഈ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കണം, സത്യമായിട്ട് പറയാം. സ്വപ്നമാളിക എന്ന് പറഞ്ഞിട്ട് സിനിമ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ലാലേട്ടൻ നായകനായ സിനിമയാണ്. ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. ഓർമ്മ കിട്ടുന്നില്ല. സ്വപ്നമാളിക റിലീസിന് ഒരുങ്ങുകയാണിത് ഒക്ടോബറിൽ. ഡേറ്റ് വന്നിട്ടില്ല, ഒക്ടോബർ മാസത്തിൽ വരും. ഓക്കെ, എന്താ അതൊന്ന് തപ്പി നോക്കണം. സ്വപ്നമാളിക ഇതെന്താണ് ഇതിന്റെ ജോണർ? മനസ്സിലാവണില്ല. എന്താണ് സിനിമയിൽ എന്താണ് സ്വപ്നമാളിക? എന്തെങ്കിലും മാളികയിലുള്ള ആ മാളികയായിരിക്കും സ്വപ്നമാളിക. നമ്മൾ സ്വപ്നം കൊണ്ട് മാളിക തീർക്കുന്നതായിരിക്കാം. അടുത്തത് അജിത് വിനായക മൂവീസ്. ഓക്കെ, സിനിമയുടെ പൂജ ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ജോജു ജോർജും ഉർവശിയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ടൈറ്റിലും പൂജ ഇന്നാണ്. മലയാളം വന്നപ്പോ അടുപ്പിച്ചൊക്കെ വരുവാണല്ലോ. ശരിയാണല്ലോ, അതൊക്കെ മറന്നുപോയായിരുന്നു അല്ലേ? ഞാൻ മത്സരം മറക്കുന്നുണ്ടല്ലേ. ഭയങ്കര. ഓക്കെ, അടുത്തത് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആളുടെ പേരെന്താണ്? എന്താണ് അത് ഇവിടെ കാണിക്കാട്ടോ. ആളുടെ കുറച്ച് റിസ്ക്കാ, ആ ചാനലിൻ്റെ പേര് പറയാം. ചോദ്യം എന്താണെന്ന് പറയും. ചോദ്യം, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള LCU കഥാപാത്രം ഏതാണെന്ന്. റോളക്സ്. മുമ്പോട്ടും പിമ്പോട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. റോളക്സ് ചോദിക്കണ്ടോ? അത് കഴിഞ്ഞിട്ട് വേറെ ആരും. റോളക്സ് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. ബുക്കില്ലേ ഇന്നത്തെ? എങ്ങനെ ബുക്ക്? അല്ല, ഞാനൊന്നല്ല എടുത്തുള്ളൂ. ചോദ്യവും ഇതും കിട്ടിയില്ലേ? ഇതാണ് പ്രശ്നം. ഇതാണ് ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിച്ചിട്ട് വേണം അവനെ ജയിപ്പിക്കാൻ. കളി മറന്നു വേടാ. പക്ഷേ വീണ്ടും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളിൽ കയറണം. വരുന്നില്ല. ഇനി അതിന് എന്ത് ചെയ്യണമെന്നറിയോ? 2 നിന്നെ തോപ്പിക്കണം. അപ്പൊ വരണല്ലേ? എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. നീ ഓർത്തിരിക്കും. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.